റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യം. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യം വായിക്കാം. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെടുന്നത്. വായിക്കാം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തത്. ആ വാക്ക് നിങ്ങൾ വളരെ ഗൗരവപൂർവം ശ്രദ്ധിക്കണം. അറിവാക്കാതെ അതിനെ ഒരു വെളിപ്പാടാക്കണം. യേശു നീതിമാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കേണ്ടതിന് താൻ നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശു ക്രിസ്തുവിലായിരിക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ നീതീകരിക്കപ്പെടുന്നു എന്ന് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. ആ ഒരു നീതിബോധം, ആ ഒരു വെളിപ്പാട് നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇന്ന് പകലുണ്ടാകണം. കർത്താവിൽ വിശ്വസിച്ച് ദൈവകൃപയിൽ വളരുന്ന ഒരു ദൈവ പൈതലിൻ്റെ അകത്ത് നീതീകരണം എന്ന വെളിപ്പാടില്ലെങ്കിൽ, നീതിബോധമില്ലെങ്കിൽ ആ വ്യക്തിയെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുകയില്ല. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം, ആ വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ച് ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തി 13-37 മുതൽ ഒന്ന് വായിച്ച് വേഗം വരണം. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ആകിയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നുവെന്നും. യേശു ക്രിസ്തു മൂലമാണ് പാപവിമോചനം. ഇവിടെ ഇരിക്കുന്ന മാന്യ സഹോദരങ്ങൾ എല്ലാവരും കേൾക്കുക. മനുഷ്യൻ ജനിക്കുന്നത് പാപത്തിലാണ്. പാപത്തിലല്ലയോ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത് എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ജന്മപാപം, മനുഷ്യൻ്റെ കർമ്മപാപം, അവൻ്റെ ജന്മപാപത്തിനും അവൻ്റെ കർമ്മപാപത്തിനും ഉള്ള വില, വിമോചനത്തിനുള്ള വില യേശു ക്രിസ്തുവാണ് കാൽവരി ക്രൂശിൽ മുടക്കിയത്. വിശുദ്ധ ബൈബിളിൽ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. അങ്ങനെയാണെങ്കിൽ പാപക്ഷമ ആരിലൂടെ ലഭിക്കുന്നു? യേശു ക്രിസ്തുവിലൂടെ പാപവിമോചനം ലഭിക്കുന്നു. നിങ്ങൾ ഏത് ജാതിയാകാം, ഏത് മതമാകാം, ഏത് സഭയാകാം, നിങ്ങൾ ഏത് സ്ഥലത്തുനിന്ന് വന്ന വ്യക്തിയുമാകാം. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഏറ്റവും വലിയ സത്യം, യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു മതത്തിന് വേണ്ടിയോ ഒരു സംഘടനയ്ക്ക് വേണ്ടിയോ ഒരു സമുദായത്തിന് വേണ്ടിയോ ഒന്നുമല്ല. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായിട്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. എന്താണ് ആ സത്യ വെളിച്ചത്തിന്റെ പ്രത്യേകത? എത്ര ഇരുട്ടിൽ കിടക്കുന്നവനെയും അവൻ പ്രകാശത്തിലേക്ക് നയിക്കും. എന്താണ് ആ സത്യ വെളിച്ചത്തിന്റെ പ്രത്യേകത? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ ദൈവമക്കളാകാൻ അധികാരം നൽകിയിരിക്കുന്നു. ആ പദവിയിലേക്ക് ഒരു വ്യക്തി കയറിക്കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് ഒരു വ്യക്തി വന്നു കഴിയുമ്പോൾ ബൈബിൾ പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു. സഭയോട്, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഇന്ന് പകൽ ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുന്നു, ഇരുട്ടിൽ നിന്ന് നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരിക.
അന്ധകാരത്തിൽ നിന്ന് നിങ്ങൾ അത്ഭുത പ്രകാശത്തിലേക്ക് വരിക. ഹല്ലേലൂയ. ജാതികളുടെ പട്ടണമായ ഗലീല യേശു ക്രിസ്തുവാകുന്ന വലിയ വെളിച്ചം കണ്ടപ്പോൾ ആ ദേശത്തിൽ അത്ഭുതങ്ങൾ നടന്നതുപോലെ യേശു ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ ഇരുട്ടിന് അടക്കി വെക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇരുട്ടിന് എത്ര കാഠിന്യമുണ്ടെങ്കിലും, ഇരുട്ട് എത്ര ശക്തമാണെങ്കിലും, ഇരുട്ടിന് എത്ര കിലോമീറ്റർ ദൂരമുണ്ടെങ്കിലും, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ, വെളിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടിന് അവിടെ സ്വാധീനമില്ല. വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. പകൽ വെളിച്ചം നിനക്ക് സൂര്യനല്ല, നിലാ വെളിച്ചം നിനക്ക് ചന്ദ്രനുമല്ല. യഹോവா നിനക്ക് നിത്യപ്രകാശമായിരിക്കും. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. Jesus is our light. യേശുവാണ് നമ്മുടെ പ്രകാശം. ആ പ്രകാശത്തിലേക്ക് ഒരു വ്യക്തി വന്നാൽ ദൈവത്തിന്റെ ആത്മ പറയുന്നു, പിന്നെ അവൻ ഇരുട്ടിൽ തുടരരുത്, പിന്നെ അവൻ ഇരുട്ടിൽ തുടരരുത്. അവൻ എഴുന്നേറ്റ് പ്രകാശിക്കണം. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല, തണ്ടിന്മേൽ വെക്കണം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവാകുന്ന വെളിച്ചം നിങ്ങളിൽ കത്തി എന്നുള്ള ഉറപ്പ് നിങ്ങളിൽ എത്ര പേർക്കുണ്ട്? നിങ്ങളായിരിക്കുന്നത് യേശു ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലാണെന്ന് എത്ര പേർ പറയും? കുറെ ആൾക്കാർ കൈ ഉയർത്താത്തത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. ഞാൻ അവരോട് സ്നേഹത്തോടെ പറയട്ടെ, യേശു ക്രിസ്തുവാകുന്ന വെളിച്ചം നിങ്ങളിലുണ്ട്. ഇല്ല, ഞാനൊരു മഹാഭാപിയ പാസ്റ്റർ, എൻ്റെ ജീവിതത്തിൽ ഭയങ്കര കുഴപ്പക്കാരനാ, ഞാൻ കുറവുള്ളവനാ, ഞാൻ മർത്തോമക്കാരനാ, ഓർത്തഡോക്സുകാരനാ. മാറ്റിവെക്ക് ബ്രദറെ ആ സഞ്ചിയൊക്കെ. ദൈവം ഇവിടെ ഒരു മർത്തോമയെ സൃഷ്ടിച്ചില്ല, ദൈവം ഇവിടെ ഒരു ഓർത്തഡോക്സ് സൃഷ്ടിച്ചില്ല, ദൈവം ഇവിടെ ഒരു പെന്തക്കോസ് സൃഷ്ടിച്ചില്ല. ദൈവം മനുഷ്യന്റെ ദൈവമാണ്. മാറ്റിവെക്കാ സഞ്ചിയൊക്കെ. നിന്റെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാകുക. എത്ര പേര് വിളിച്ചു പറയും, ദൈവം എന്റെ ദൈവമാ? പറ, ഈ ദൈവം എന്നും എന്നേക്കും എന്റെ ദൈവമാ. ഈ ദൈവം എന്റെ ദൈവമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഞാൻ സ്നേഹത്തോടെ പറയാം, യേശു ക്രിസ്തുവാകുന്ന വെളിച്ചം നിങ്ങളിൽ കത്തിയാൽ വിളക്ക് കത്തിച്ച് പറയിൻ കീഴിൽ വെക്കരുത്. അടുത്തിരിക്കുന്നവർ പറ, നിന്നിലുള്ള വെളിച്ചം ഒളിച്ചു വെക്കരുത്. പറ, നിങ്ങളിലുള്ള വെളിച്ചം ഒളിച്ചു വെക്കരുത്. അങ്ങനെ ഒളിച്ചു വെക്കുന്നവരാരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. വിളക്ക് കത്തിച്ചിട്ട് നോക്കിയേ, ഞാനിവിടെ ഒരു ക്യാൻഡിൽ, ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു, അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചു. ആ വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ഞാൻ അതിനെ ഒരു കപ്പ് കൊണ്ട് അല്ലെങ്കിൽ ഒരു മൂടി കൊണ്ട് അതിനെ മൂടിയാൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനൊരു മെഴുകുതിരി, ഇങ്ങനൊരു വിളക്ക് ഇവിടെ ഉണ്ടെന്ന് ആരും അറിയത്തില്ല, വെളിച്ചം പുറത്തോട്ട് പോകത്തില്ല. രണ്ട്, ഈ വെളിച്ചത്തിന് അധിക സമയം ഇതിനകത്ത് തുടരാനൊക്കില്ല, അത് കെട്ടുപോകും. നിന്നിൽ കത്തിയ വെളിച്ചം നീ കൊടുക്കാതിരുന്നാൽ, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളിൽ കത്തിയ വെളിച്ചം, നിങ്ങളിൽ വന്ന വെളിച്ചം, യേശുക്രിസ്തു പറയുന്നു, ഞാൻ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവൻ ഇരുട്ടിൽ വസിക്കുകയില്ല. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഈ വെളിച്ചം മറച്ചു വെക്കാനുള്ളതല്ല, മൂടി വെക്കാനുള്ളതല്ല. നിന്നിൽ വന്ന വെളിച്ചം നിന്റെ കുടുംബം കാണണം. നിന്നിൽ വന്ന വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ നിന്റെ അയൽപക്കത്തുള്ളവർ കാണണം. നിന്നിൽ വന്ന് വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ നീ എവിടൊക്കെ പോകുന്നോ അവിടെ എല്ലാം ഈ ലൈറ്റ് കത്തണം. ഹല്ലേലൂയ. അപ്പോഴെന്ത് സംഭവിക്കും? ഈ ലോകത്തിൽ രണ്ട് സത്യങ്ങളുണ്ട്. ഒന്ന് വെളിച്ചം, മറ്റൊന്ന് ഇരുട്ട്. പകല്, രാത്രി. ദൈവം, സാത്താൻ, സ്വർഗം, നരകം. ഇങ്ങനെയൊക്കെയുള്ള സത്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതിൽ കാണപ്പെടുന്ന രണ്ട് സത്യങ്ങൾ ഇപ്പോഴും എവറി ഡേ, ഒരു കൊച്ചു കുഞ്ഞു മുതൽ മുതിർന്ന ഒരാൾ വരെ എവറി ഡേ കാണപ്പെടുന്ന ഒരു സത്യമാണ് വെളിച്ചവും ഇരുട്ടും. യേശു ക്രിസ്തുവാകുന്ന വെളിച്ചത്തിൽ വസിക്കുന്നവനെ ഇരുട്ടിന് കീഴടക്കാൻ പറ്റില്ല. ഒന്ന് യോഹന്നാൻ 1:7 പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ.
എന്നിലുള്ള വെളിച്ചം എനിക്ക് വേണേ മൂടി വെക്കാം. നടക്കാൻ കഴിയാത്തൊരു കുഞ്ഞിനെ ഞാൻ കണ്ടു. രണ്ടുപേര് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കുഞ്ഞിനെ ഞാൻ കണ്ടു. അത് വിട്ടേക്കാം, നമുക്കത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അവൻ നടക്കുവോ നടക്കാതിരിക്കുവോ? അങ്ങനെ ചിന്തിക്കുന്നവനിൽ യേശു ഉണ്ടോ എന്നൊന്നും കൂടെ ഒന്ന് ശോധന ചെയ്യണം. അങ്ങനെ ചിന്തിക്കുന്നവനിൽ ദൈവം ഉണ്ടോ എന്ന് ഒന്നും കൂടെ ഒന്ന് ശോധന ചെയ്യുന്ന നല്ലതാണ്. അതേസമയം ഇരുട്ടിൽ കിടക്കുന്ന ഒരുത്തനെ വെളിച്ചമാകുന്ന ഞാൻ കാണുമ്പോൾ അകത്തൊരു കത്തൽ വരണം. Come on church. മനുഷ്യന്റെ പാപത്തെ വിമോചിപ്പിക്കാനുള്ള മരുന്ന് മെഡിക്കൽ സയൻസിൽ കണ്ടുപിടിച്ചിട്ടില്ല. മനുഷ്യർക്ക് കൊടുക്കാൻ കഴിയില്ല. ഒരു മെഡിക്കൽ സ്റ്റോറിലും നിങ്ങളുടെ പാപങ്ങളെ കഴുകാനുള്ള മരുന്നില്ല. ഒരു മെഡിക്കൽ സ്റ്റോറിലും ഒരു ഫാർമസിയിലും നിങ്ങളുടെ കർമ്മപാപത്തെയോ ജന്മപാപത്തെയോ ശാപത്തെയോ മാറ്റാനുള്ള ഇഞ്ചക്ഷൻ ഇല്ല. എന്നാൽ അതിനൊരു മരുന്ന് ബൈബിൾ പറയുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിന്റെ സകല പാപവും പോക്കി നിന്നെ വിശുദ്ധീകരിക്കുന്നു. മനുഷ്യന്റെ രക്തത്തിന്റെ കലർപ്പില്ലാത്ത യേശുവിന്റെ രക്തം, മാനുഷിക രക്തവുമായി യാതൊരു ബന്ധവുമില്ലാത്ത യേശുവിന്റെ രക്തം, ആ യേശുവിനോട് കൂടെ ചേരുന്ന ജീവിതം ആ ക്രിസ്തീയ ജീവിതം. ദാറ്റ് ഈസ് ട്രൂ. ആ യേശുവിന്റെ കൂടെ ചേരാനാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. എന്താ? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും എന്റെ ശിഷ്യാക്കുവിൻ. നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ സ്നാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതെല്ലാം അവരോട് ഉപദേശിച്ച് സകലരെയും എന്റെ ശിഷ്യരാക്കുവീൻ. അപ്പോൾ യേശു ക്രിസ്തുവിലേക്ക് വരുവാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്, നിന്റെ ഹൃദയത്തിന്റെ വാതിൽ നീ മനഃപൂർവ്വമായി യേശുവിനെ തുറക്കുക. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, കണ്ടാലും ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും. ഇന്ന് പകലും ഈ ചർച്ചിനകത്ത് പലരുടെയും ഹൃദയത്തിന്റെ വാതിലിൽ യേശു മുട്ടുന്നുണ്ട്. യേശു തള്ളി തുറക്കത്തില്ല, ചവിട്ടി കയറത്തില്ല, ഇടിച്ചു കയറത്തില്ല. നിന്റെ ഹൃദയത്തിന്റെ വാതിൽ ഈ ശബ്ദത്തിന്റെ മുൻപിൽ നീ തുറന്നു കൊടുത്താൽ, മനഃപൂർവ്വം തുറന്നു കൊടുത്താൽ യേശു അകത്ത് വരും. നിന്റെ കൂടിരുന്നാൽ അത്താഴം കഴിക്കും. അവ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു തികഞ്ഞ മർത്തോമക്കാരനായി ജനിച്ചു വളർന്നവനാണ് ഞാൻ. ആത്മീയമായി ഒട്ടും പുറകോട്ടല്ലാത്ത കുടുംബം. പക്ഷേ ദൈവവചനത്തിന്റെ സത്യം എനിക്ക് സ്വാതന്ത്ര്യം തന്നു. യോഹന്നാൻ 8:36, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഞാൻ അതുവരെ കരുതിയത്, എൻ്റെ 17ാമത്തെ വയസ്സ് വരെ ഞാൻ ചിന്തിച്ചത് സ്നാനപ്പെടുന്നത് ബന്ധക്കോസുകാരുടെ എന്തോ പരിപാടിയാണ്, സ്നാനപ്പെടുന്നത് ഏതോ മതത്തിൽ ചേരുന്നതാണ്. നോ, അങ്ങനല്ല ബൈബിൾ പറയുന്നേ. റോമർ 6:1 മുതൽ എഴുതിയിരിക്കുന്നു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കുള്ളവരാകുന്നു. അപ്പൊ സ്നാനം എന്തിനാ? യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റവരായ നാം. അപ്പൊ പെന്തക്കോസ്തി ചേരുവല്ല, മതത്തിൽ ചേരുവല്ല, യേശുവിനോട് കൂടെ ചേരുന്നു. മൈ ഗോഡ്. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു, യേശു ക്രിസ്തുവിനെ ധരിക്കുവാൻ സ്നാനമേറ്റവരായ നാം. അപ്പൊ സ്നാനത്തിലൂടെ നമ്മുടെ അകത്തും യേശുവായി മാറുന്നു, നമ്മുടെ പുറമേയും യേശുവായി മാറുന്നു. വിശുദ്ധ ചിലർ ചോദിക്കാറുണ്ട്, പാസ്റ്റർ ഞാൻ ഒരു പ്രാവശ്യം മാമോദിസ മുങ്ങിയതാ, ഒരു പ്രാവശ്യം യേശുവിൽ വിശ്വസിക്കാതെ സ്നാനപ്പെട്ടതാ, പക്ഷെ ഇനി സ്നാനം വേണം.
വേദപുസ്തകത്തിൽ 2 പ്രാവശ്യം സ്നാനം നടത്തിയിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിൽ വന്ന സമയത്ത് ചില ശിഷ്യന്മാരെ കണ്ടു. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ സ്നാനപ്പെട്ടയാണോ? അവർ പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടതാ. പിന്നെ ഞങ്ങൾ സ്നാനപ്പെട്ട. അപ്പൊ പൗലോസ് ചോദിച്ചു, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? അവർ പറഞ്ഞു, ഞങ്ങളെ യോഹന്നാൻ സ്നാനപ്പെടുത്തിയതാ. പൗലോസ് പറഞ്ഞു, യോഹന്നാന്റെ സ്നാനം ന്യായപ്രമാണം വരെ ഉള്ളതാ. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേൽക്കണം. അങ്ങനെ അവർ അവന്റെ വാക്ക് കൈക്കൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ടു. ഒരു പ്രാവശ്യം യേശുവിൽ വിശ്വസിക്കാതെ സ്നാനപ്പെട്ടവരെ രണ്ടാമത് പൗലോസ് യേശുവിൽ വിശ്വസിച്ച ശേഷം സ്നാനപ്പെടുത്തി. ഒരു കൈക്കുഞ്ഞായി ടർക്കിക്കകത്തിരുന്നപ്പോൾ നിനക്ക് യേശു ആരാന്നറിയില്ലായിരുന്നു, യേശു ദൈവപുത്രനാന്ന് അറിയില്ലായിരുന്നു, യേശു നിന്റെ പാപ വിമോചകനാന്ന് അറിയില്ലായിരുന്നു, യേശു രോഗസൗഖ്യം തരുന്ന ആളെന്ന് അറിയില്ലായിരുന്നു, യേശു രണ്ടാമത് മടങ്ങി വരുന്ന ആളെന്ന് അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴത് ആ തിരിച്ചറിവ് ദൈവം നിങ്ങൾക്ക് തന്നു. അതുകൊണ്ടാണ് മർക്കോസ് 16:16 എഴുതിയിരിക്കുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഞാൻ പറയുന്നത്, സ്നാനപ്പെടാത്ത കാരണം കൊണ്ട് എന്തിനാണ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അകന്ന് നിൽക്കുന്നത്? 1 പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്ന ഇതാണ്, സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനല്ല എന്ന് പറഞ്ഞ സ്നാനം ഒരു കുളിയല്ല, പിന്നെയോ ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് സ്നാനപ്പെടുന്നതിന് മുമ്പും വരും. ഹലോ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരെ അപ്പോസ്തല പ്രവൃത്തിയിൽ കൊണ്ടുപോയി സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ വാക്ക് കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. എന്നാൽ പിന്നാണ് അവർ സ്നാനപ്പെട്ടത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എന്തിനാ നമ്മളിൽ വരുന്നേ? അടുത്തിരിക്കുന്നത് പറ, സകല സത്യത്തിലും നമ്മളെ നടത്താൻ. സകല സത്യത്തിലും. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ ഉണ്ടെങ്കിൽ, ലിസൺ ടു മീ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ അവന് പിന്നെ അനീതിയിൽ തുടരാൻ ഒക്കത്തില്ല, അവന് പിന്നെ അസത്യത്തിൽ തുടരാൻ ഒക്കത്തില്ല, അവന് പിന്നെ അധർമ്മത്തിൽ തുടരാൻ ഒക്കത്തില്ല, അവന് പിന്നെ വ്യാജ പാരമ്പര്യങ്ങളിൽ തുടരാൻ ഒക്കത്തില്ല. ആ പരിശുദ്ധാത്മാവ് ഒറിജിനൽ ആണെങ്കിൽ, വന്നത് ദൈവാത്മാവ് തന്നെയാണെങ്കിൽ, അവൻ നിന്നെ തെറ്റിലേക്ക് നടത്തില്ല, സകല സത്യത്തിലേക്കും നിന്നെ നയിക്കും. കമോൺ പാസ്റ്റർ. അപ്പോസ്തല പ്രവൃത്തികൾ 13:37 നിന്നത് വായിക്കാം. കമോൺ. ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും. ആ വാക്ക് നിങ്ങളുടെ അകത്ത് വെളിപ്പാടായിട്ട് കയറണം. പറയുക, വിശ്വസിക്കുന്ന ഏവനും. വിശ്വസിക്കുന്ന ഏവനും. അതിൽ മതമില്ല, ജാതിയില്ല, വർഗവർണ്ണ വ്യത്യാസമില്ല. വിശ്വസിക്കുന്ന ഏവനും എന്ത് ലഭിക്കുന്നു? ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്ന്, യേശു ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെടുന്നെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. നീതീകരണം പാപബോധത്തിൽ നിന്ന് നീതിബോധത്തിലേക്ക്, കുറ്റബോധത്തിൽ നിന്ന് നീതിബോധത്തിലേക്ക്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു, പലരും ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ കുറ്റബോധങ്ങളിൽ ജീവിക്കുന്നവർ അനേകം ആൾക്കാരുണ്ട്. അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ വന്ന അബദ്ധങ്ങൾ, പാപങ്ങൾ, തെറ്റുകൾ, തിന്മകൾ, വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ്, വിശ്വാസത്തിൽ വന്നതിന് ശേഷം, സ്നാനപ്പെടുന്നതിന് മുൻപ്, സ്നാനപ്പെട്ടതിന് ശേഷം അവരുടെ ജീവിതത്തിൽ ശത്രു പല തിന്മകളും വിതച്ചിട്ടുണ്ട്. എന്നാൽ ഈ തിന്മകൾ വിതച്ച ശത്രു ഈ പല കാര്യങ്ങളെയും അവരുടെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് അവരെ കുറ്റബോധം കൊണ്ട് നിറയ്ക്കുകയാണ്. പണ്ട് നടന്ന ആ കാര്യം പോലും ഇപ്പോഴും ചിന്തയിലേക്ക്, സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന് പിശാച് നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്. നീ എങ്ങനെ പ്രാർത്ഥിക്കും? നീ എങ്ങനെ ദൈവത്തെ അറിയും? ചിലര് സ്നാനപ്പെടാത്തവരോട് പിശാച് പറയും, നീ സ്നാനപ്പെടണ്ട, നീ നന്നായിട്ട് സ്നാനപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞാൽ നീ ഇനിയും ഗുണപ്പെടാനുണ്ട്, നീ ഇനിയും ശരിയാകാനുണ്ട്, നീ മഹാഭാവിയാ, നിന്റെ പാപവും മഹാഭാവവും ഒക്കെ മാറ്റി വെച്ച് നീ സ്നാനപ്പെട്ടാൽ മതി. കേട്ടോ, പിശാച് അവൻ്റെ റൂട്ട് തെറ്റിക്കുക. ഇത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവുന്നു? അവൻ ക്രിസ്തുവിലേക്ക് വന്നാൽ അവൻ്റെ പാപം വിമോചിക്കപ്പെടുമെന്നും, അവൻ ക്രിസ്തുവിലേക്ക് വന്നാൽ അവൻ പുതിയ സൃഷ്ടിയാകുമെന്നും, അവൻ ക്രിസ്തുവിൽ വേരൂന്നി വളർന്നാൽ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുമെന്നും പിശാചിന് അറിയാവുന്നത് കൊണ്ട് ക്രിസ്തു യേശുവിലേക്ക് വരാതിരിക്കാൻ, ചർച്ചയിൽ വരുന്നതിനൊന്നും അവന് പണക്കമില്ല.
എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ മനസ്സിലാകുന്നു? ക്രിസ്തു യേശുവിലേക്ക് അവൻ നടത്തപ്പെടാതിരിക്കാൻ അവന്റെ തന്ത്രങ്ങളെ അവൻ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗ്ലോറി ടു ഗാഡ്. എന്നാൽ ആ തന്ത്രങ്ങളെ തിരിച്ചറിയുന്നവരാണ് സത്യത്തിലേക്ക് വരുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറ്റബോധത്തിൻ്റെതായ ഓർമ്മകൾ നിപ്പുണ്ടെങ്കിൽ, ഭർത്താവിനോടോ ഭാര്യയോടോ മക്കളോടോ അപ്പനോടോ അമ്മയോടോ അധ്യാപകരോടോ പാസ്റ്ററോടോ ആരോടെങ്കിലും നിങ്ങളൊരു അവിശ്വസ്തത കാണിച്ചു, പക്ഷേ ആ കാണിച്ചത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞത് പറഞ്ഞാൽ, ദൈവം മുൻപാകെ അതിനെക്കുറിച്ച് അനുദപിച്ചാൽ, പിന്നെയും അതിൽ തുടരാതെ, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെയും അതിൽ തുടരുകയല്ല, പിന്നെയും അതിൽ തുടരാതെ പിശാചിന് പിടിക്കാൻ കൊടുത്ത ഹാൻഡിലുകളെ ക്യാൻസൽ ചെയ്ത്, പിശാചിന് കയറാൻ നമ്മളായി തുറന്ന വാതിലുകളെ നമ്മൾ വലിച്ചടച്ച്, ആമീൻ, ആ പഴയതിനെ ഉപേക്ഷിച്ച് നിങ്ങൾ ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുമ്പോൾ തള്ളിപ്പറഞ്ഞ പത്രോസിനെയും സ്വീകരിച്ച കർത്താവ്, ഓ മൈ ഗോഡ്, തള്ളിപ്പറഞ്ഞ പത്രോസിനെയും കൈക്കൊണ്ട യേശു നിങ്ങളെയും കൈക്കൊള്ളും. അതിനൊരു സംശയമില്ല. നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലും ഇല്ലെന്ന കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ക്രിസ്തു യേശുവിലെ വിശ്വാസം മൂലം നിങ്ങൾ സൗജന്യമായി നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ പ്രധാന വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ എൻ്റെ സഹോദരങ്ങളെ. ഇതൊരു വെളിപ്പാടാണ്, ഇതൊരു അറിവല്ല. ഇതിനെ അറിവാക്കാൻ നോട്ടിനകത്ത് നോട്ട്ബുക്ക് എഴുതി ബുക്കെല്ലാം തീർന്നു. ഇതിനൊരു നോട്ടാക്കാൻ ശ്രമിച്ചാൽ, ഇതിനെ ഒരു അറിവാക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും ഇത് പ്രയോജനം ചെയ്യത്തില്ല. ഇതിനെ നിങ്ങളുടെ ഒരു ഇത് നിങ്ങളുടെ സ്വന്തമാക്കി മാറ്റണം. ലിസൺ ടു മീ, ഈ അപ്പോസ്തലനായ പൗലോസും അപ്പോസ്തലനായ പത്രോസും കൂടെ ഒരിക്കൽ വഴക്കുണ്ടായി. അത് കേൾക്കാൻ എന്നെ ഇഷ്ടമാണ് പാസ്റ്റർമാർ തമ്മിൽ. അപ്പോസ്തലനായ പൗലോസും അപ്പോസ്തലനായ പത്രോസും തമ്മിൽ ഒരിക്കൽ ചെറിയൊരു ആർഗ്യുമെന്റേഷൻ ഉണ്ടായി. ഇവർ തമ്മിൽ മുഖാമുഖം കണ്ടപ്പോൾ, അപ്പോസ്തലന്മാർ തമ്മിൽ കണ്ടപ്പോൾ ഇവർ തമ്മിൽ ഒന്ന് സംസാരിക്കേണ്ടി വന്നു. സോദരം, എന്തായിരുന്നു ആ വിഷയം? ഗലാത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ പാസ്റ്ററെ. ഗലാത്യർ 2:11 മുതൽ 16 വരെ വായിക്കണം. ഗലാത്യർ 2:11 മുതൽ 16 വരെ പെട്ടെന്ന്. എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നപ്പോൾ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു നിന്നു. അപ്പൊ കേഫാവ് ആരാ? കേഫാവ് എന്ന് പറഞ്ഞ ആരാ? കുഞ്ഞിഞ്ഞങ്ങ് ഇരിക്കുക, പറയുന്നുമില്ല. കേഫാവ് എന്ന് പറഞ്ഞ ആരാ? പത്രോസാണ്. അപ്പോ പത്രോസിനോട് പൗലോസ് ഒരിക്കൽ അഭിമുഖമായി ഫേസ് ടു ഫേസ് ആയി നിന്നു. എന്താ പറഞ്ഞേ? യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോട് കൂടെ തിന്നു പോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. ഈ യാക്കോബിന്റെ കൂടെ പത്രോസും യാക്കോബും കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ച ഒരു സമയമുണ്ട്. മനസ്സിലാവുന്നോ? അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുമ്പോൾ യാക്കോബിനെ കൊന്ന ശേഷം പത്രോസിനെ തടവിലാക്കി. ഹല്ലേലൂയ. ഇവർ തമ്മിൽ ഒന്നിച്ചാ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കൃപയാൽ പത്രോസിനെ കർത്താവ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അപ്പൊ യാക്കോബിന്റെ കൂടെ പത്രോസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പം വന്നേ പാസ്റ്റർ ജിജി ഇഞ്ഞ് വന്നേ, ആ ബൈബിളിൽ വെച്ചിട്ട് വന്നേ. ഞാനും പാസ്റ്റർ ജിജിയും കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പത്രോസും യാക്കോബും വന്ന് കൂട്ടിക്കും. ഞങ്ങളുടെ പ്രവർത്തനം മുഴുവൻ ജാതികളുടെ ഇടയിലായിരുന്നു. അപ്പോൾ പത്രോസ് ജാതികളെ കൈക്കൊണ്ടു, അവരുടെ കൂടെ ഇരുന്നു, അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു, അവരുടെ സുവിശേഷം പറഞ്ഞു. എന്നിട്ട് പത്രോസ് തന്നെ കഴിഞ്ഞ അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ പറഞ്ഞു, ദൈവത്തിന് മുഖപക്ഷമില്ല, ഏത് ജാതിയിലും ഏത് മതത്തിലും തന്നെ ഭയപ്പെട്ട് തന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ അംഗീകരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞതാ. പക്ഷേ ഇവിടെ ഒരു വലിയ വിഷയം ഉണ്ടായി. ഇവരൊന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് വായിച്ചേ ആ വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാറേ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു നിന്നു. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുൻപേ അവൻ ജാതികളോടുകൂടെ ഈ യാക്കോബിന്റെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പ്രശ്നമില്ലായിരുന്നു. കുറച്ച് നാള്
നിങ്ങൾക്കറിയാം, യാക്കോബ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു, രക്തസാക്ഷിയായി മാറി. ഹലോ, നിങ്ങൾക്ക് ചരിത്രം അറിയാമോ? യാക്കോബിനെ കൊന്നതൊക്കെ അറിയാമോ? വായിച്ച് കേൾപ്പിക്കണോ ഇനി അതും? അങ്ങനല്ലേ പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചത്. യാക്കോബിനെ കൊന്ന ശേഷം പിറ്റേ ദിവസം പത്രോസിനെ കൊല്ലാൻ അവർ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് രാത്രിയിൽ ദൈവത്തിന്റെ ദൂതന്മാർ കാരാഗ്രഹത്തിൽ ഇറങ്ങി കാരാഗ്രഹത്തിന് വാതിൽ തുറന്ന് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് പത്രോസിനെ പുറത്തു കൊണ്ടുവന്നേ. യാക്കോബ് മാറ്റപ്പെട്ടു. യാക്കോബ് ഇരുന്നോ? യാക്കോബ് മാറ്റപ്പെട്ടു. ഇപ്പൊ ആരേ ഉള്ളൂ? ഇപ്പൊ പത്രോസേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. ഇനി കേട്ടെ, എല്ലാവരും എന്നെ ശ്രദ്ധിച്ചേ. അങ്ങനെ പത്രോസ് എല്ലായിടവും പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വാർത്ത പൗലോസ് കേട്ടു. അതെന്നായിരുന്നു? യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോട് കൂടെ തിന്നു പോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. ശേഷം യഹൂദന്മാരും അവനോട് കൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു. അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല. ഇങ്ങോട്ട് നോക്കേ, ഇതൊരു ഭയങ്കര ഒരു സംഭവം. യേശുവിന്റെ കൂടെ നടന്ന 12 ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു പത്രോസ്. Am I right? അന്ന് ഈ പൗലോസ് ഉണ്ടായിരുന്നോ? ഇല്ല. അന്ന് പൗലോസ് ആരായിരുന്നു? സഭയെ മുടിച്ച് നടന്ന ശൗലായിരുന്നു. സഭയെ ഉപദ്രവിച്ചുകൊണ്ട് നടന്ന ശൗലായിരുന്നു. എന്നാൽ യേശുവിൻ്റെ കൂടെ നടന്ന് യേശുവിനാൽ വിളിക്കപ്പെട്ട് യേശു സ്വർഗാരോഹണം ചെയ്യുന്ന കാഴ്ച വരെ കണ്ട് സെഹിയോൻ മാളിക മുറിക്കകത്തിരുന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ സ്നാനപ്പെടുത്തി മരിച്ച തബീത വരെ ഉയർപ്പിച്ച് ഇരിക്കുന്ന സമയത്താണ് ഈ വിഷയം. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നു? അപ്പോൾ പൗലോസ് അന്ന് ആരുമല്ല, അവരുടെ കൂട്ടത്തിലുമില്ല. പക്ഷേ പത്രോസ് എന്ന അപ്പോസ്തലനെ ദൈവം മറ്റൊരു മേഖലയിൽ ഉപയോഗിച്ചപ്പോൾ ദൈവസഭയെ മുടിച്ചുകൊണ്ടിരുന്ന ശൗലെന്ന് പറഞ്ഞവനെ ദൈവം പൗലോസാക്കി മാറ്റി. ദൈവസഭയ്ക്ക് വേണ്ടി 14 ലേഖനങ്ങൾ അദ്ദേഹം എഴുതി. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നു? ഒരു ലേഖനവുമായി എതിർ അഭിപ്രായമുള്ള ദൈവസഭയെ മുടിക്കാൻ ഒരു ലേഖനവുമായി പോയവൻ പിന്നത്തേതിൽ സഭയ്ക്ക് വേണ്ടി 14 ലേഖനങ്ങൾ എഴുതി. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഈ പൗലോസ് ഈ പത്രോസുമായി എതിർത്തു നിന്നു, അഭിമുഖമായി എതിർത്തു നിന്നു. എതിർത്ത് നിന്നിട്ട് എന്നാ പറഞ്ഞേ? യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നു എങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിക്കുവാൻ നിർബന്ധിക്കുന്നത് എന്ത്? കണ്ടോ, ഇത്രേ സമയം മതമില്ല, ജാതിയില്ല, വിശ്വസിക്കുന്ന ഏവരെയും നീതീകരിക്കും. ഹലോ, ദൈവത്തിന് അങ്ങനൊന്നുമില്ല, മുഖപക്ഷം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കക്ഷി പുള്ളിയുടെ കൂടെ പണ്ട് നടന്ന ചില ടീമുകളെ കണ്ടു. ഇതിനകത്ത് വന്നപ്പോൾ എല്ലാവരും ഒന്നായല്ലോ. കൈ കൂടെ പറഞ്ഞു, ഇതിനകത്ത് നമ്മളെല്ലാം ഒന്നാണല്ലോ. പക്ഷേ ഈ പത്രോസ് തൻ്റെ കൂടെയുള്ള പഴയ കുറെ ടീമുകളെ കണ്ടപ്പോൾ, പരിച്ഛേദനക്കാരെയൊക്കെ കണ്ടപ്പോൾ, എന്ന് വെച്ചാൽ പത്രോസ് ഭയങ്കര യഹൂദനും ഭയങ്കര പരിച്ഛേദനക്കാരനും ഒക്കെ അല്ലേ. ഈ പത്രോസ് നീതീകരണം പ്രസംഗിച്ചിട്ട് ദൈവം എല്ലാവരെയും അംഗീകരിക്കുന്നു, ജാതികളെ അംഗീകരിക്കുന്നു എന്നൊക്കെ വിളിച്ച് പറഞ്ഞേച്ച് തൻ്റെ വിഭാഗക്കാരെ കണ്ടപ്പോൾ, പരിച്ഛേദനക്കാരെ കണ്ടപ്പോൾ, ആൾക്കാരെ കണ്ടപ്പോൾ അവർക്ക് സൈഡ് പിടിച്ച് നിന്നു. ഇതാർക്ക് ഇഷ്ടപ്പെട്ടില്ല? പൗലോസിന് ഇഷ്ടപ്പെട്ടില്ല. പൗലോസ് അഭിമുഖമായി ഫേസ് ടു ഫേസ് ആയി നിന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് പുള്ളിയോട് പറഞ്ഞു, നീ ചെയ്യുന്ന ശരിയല്ലെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? വായിച്ചേ. നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിക്കുവാൻ നിർബന്ധിക്കുന്നത് എന്ത്? ഇങ്ങോട്ട് നോക്കിയേ. നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിക്കാൻ നിർബന്ധിക്കുന്നത് എന്ത്? ബർന്നബാസിനെയും നിന്റെ കൂടുള്ളവരെയും കൂടെ നിന്റെ ഭാഗത്താക്കി എന്നുള്ള വാർത്തയൊക്കെ ഞാൻ കേട്ടു. പൗലോസ് എന്നാ ശക്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസിന് എന്നാ ധൈര്യ. ഈ പത്രോസ് ആരാ? യേശുവിൻ്റെ കൂടെ നടന്ന് കർത്താവിനാൽ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ അന്ന് യേശു ആയിരുന്നപ്പോൾ വിളിച്ച് വേർതിരിച്ച് കർത്താവിൻ്റെ കൂടെ 3.5 കൊല്ലം കൊണ്ട് നടന്ന ആളാ. നമ്മൾ പറയത്തില്ല, ഞാൻ ആ സഭയിൽ ആദ്യം വന്നെന്ന് പാസ്റ്റർ ഒന്ന് ഓർക്കണമായിരുന്നു. അങ്ങനെ ഈ സഭയിൽ ആദ്യം വന്ന ആളിനെ 2-3 കൊല്ലം കഴിഞ്ഞ് വന്ന കക്ഷി മുഖത്ത് നോക്കി ഉള്ള കാര്യം പറഞ്ഞു. ഹലോ, പ്രൈസ് ദി ലോർഡ്. പത്രോസിനോട് പൗലോസ് പറഞ്ഞു, നീ ചെയ്ത കാര്യം ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നിട്ട് എന്നാ വായിച്ചേ? നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല.
പൗലോസ് പത്രോസിന് പറയുക, പത്രോസേ, നമ്മൾ സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല, പിന്നെ യഹൂദന്മാരത്രേ. നമ്മൾ യഹൂദന്മാര് തന്നെയാ. നീ യഹൂദന, ഞാനും യഹൂദന, നമ്മൾ യഹൂദന്മാര് തന്നെയാ. പിന്നെ എന്നാ പ്രശ്നം? എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുക കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ച് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കുകയിൽ നാമും പാപികളെന്നു വരുന്നുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരനെന്നോ ഒരു നാളും അല്ല. ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്കു വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് പൗലോസ് പത്രോസിനോട് പറയുക, ന്യായപ്രമാണത്തിന് സാധിപ്പിക്കാൻ കഴിയാത്ത നീതീകരണം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കുമെന്ന് പ്രസംഗിച്ചവരാ നമ്മളല്ല. നമ്മളത് അനുഭവിച്ചവരുമാ. ഇനി അതിനൊരു മാറ്റമില്ല. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവര് തമ്മിൽ ആർഗ്യുമെന്റേഷൻ ഉണ്ടായതിന്റെ റീസൺ, പ്രവർത്തികളാൽ നീതീകരിക്കപ്പെടാം എന്നൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് പത്രോസ് വന്നപ്പോൾ പൗലോസ് പറയുന്നു, നമ്മൾ അങ്ങനല്ല പഠിച്ചത്, നമ്മളെ അങ്ങനല്ല പഠിപ്പിച്ചത്, നമ്മൾ അറിഞ്ഞ വെളിപ്പാട് അതല്ല. കണ്ടോ, തിരുത്തുന്ന കണ്ടോ? പൗലോസ് പത്രോസിനെ അവിടെ ആ നീതീകരണത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നു. അതാണ് ഇവർ തമ്മിൽ നടന്ന ആർഗ്യുമെന്റേഷൻ. ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇനി ഞാൻ ഇതിനകത്ത് ഒരു പ്രധാന വിഷയത്തിലേക്ക് വരികയാണ്. റോമർ 4:24-25 വായിച്ചേ ഫാസ്റ്റർ. റോമർ 4:24-25. യെസ്, റോമർ 4:24-25 വായിക്കാം. നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന. ഈ വാക്കൊന്ന് ശ്രദ്ധിക്കണേ. യേശു ക്രിസ്തു മരിച്ചത് എന്തിനു വേണ്ടി? ഉത്തരം ആ വാക്യത്തിലുണ്ട്. പാസ്റ്റർ വരാമോ എൻ്റെ കൂടെ? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു. അപ്പോൾ യേശു എന്തിനാണ് ക്രൂശിതനായത്? ഉറക്കെ പറ. നമ്മുടെ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സ്വന്തം കൈ നെഞ്ചത്തോട്ട് വെച്ച് പറ, എൻ്റെ അതിക്രമങ്ങളെ, എൻ്റെ പാപങ്ങളെ വിമോചിപ്പിക്കാൻ യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു. അടുത്ത വാക്യം എന്നാ? നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന. അപ്പം യേശുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ച എന്തിനാ? യേശു കർത്താവ് എഴുന്നേറ്റതും യേശുവിനെ ഉയർപ്പിച്ചതും പിതാവ് അങ്ങനെ ചെയ്തത് എന്തിനാ? എന്നെ നീതിമാനാക്കാൻ, എന്നെ നീതീകരിക്കാൻ. അങ്ങനെങ്കിൽ യേശു ജീവിക്കുന്നെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? അവരെ നോക്കി ഇന്ന് പകൽ ഞാൻ വിളിക്കുന്നു, നിങ്ങൾ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവർ, നിങ്ങൾ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവർ. You are not rejected, you are received. You are not under the curse, you are blessed. നിങ്ങൾ ശാപത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ള അനുഗ്രഹത്തിന്റെ കീഴിലാണ്. ആ വാക്യം അതാ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി അവൻ മരിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റത് എന്നെ നീതീകരിക്കാനാ, എന്നെ നീതിമാനാക്കി മാറ്റാനാ. ഇപ്പോഴും പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിന്ന് കർത്താവ് യേശു ക്രിസ്തു എന്താ ചെയ്യുന്നേ? അവൻ എനിക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുക. ഏതു സമയത്തും കൃപാസനത്തിന് അരികിലേക്ക് വരാനുള്ള ആ വലിയ പെർമിഷൻ എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുക. പഴയ നിയമ രാജാക്കന്മാർക്കോ പഴയ നിയമ പ്രവാചകന്മാർക്കോ മോശയ്ക്കോ ദാവീദിനോ ദാനിയേലിനോ പഴയ നിയമ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ആർക്കും കൃപാസനത്തിന്റെ അരികിൽ കയറിപ്പാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഏതു സമയത്തും കൃപാസനത്തിന് അരികിലേക്ക് വരാൻ യേശു ക്രിസ്തുവിന്റെ അതിക്രമങ്ങളെ മോചിച്ച് അവൻ എന്നെ നീതീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ പഴയ പാപിയല്ല. നിന്റെ അതിക്രമങ്ങൾക്ക് പരിഹാരമായി യേശു ക്രൂശിൽ മരിച്ചു.
പക്ഷെ എന്ത് ചെയ്യണം? നീ ഇതിനെ വിശ്വാസത്താൽ സ്വീകരിക്കണം. യേശുവിൻ്റെ രക്തം നിന്നിലേക്ക് അപ്ലൈ ചെയ്യണം. ഹലോ, യേശു നിന്റെ പാപത്തിനുള്ള കടം ക്രൂശി കൊടുത്തു കഴിഞ്ഞു. നിങ്ങളുടെ പാപപരിഹാര ബലി റെഡി. പക്ഷെ നിങ്ങളത് വിശ്വാസത്താൽ സ്വീകരിക്കണം. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സോപ്പ് കമ്പനി ഉണ്ടെന്നിരിക്കട്ടെ. ഹലോ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സോപ്പ് കമ്പനി ഉണ്ട്. ഒരു ദിവസം നിങ്ങൾ 1,00,000 സോപ്പ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹലോ, ഒരു മാസം 30 ലക്ഷം സോപ്പ് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു മാസം 30 ലക്ഷം സോപ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിലും, നിങ്ങൾ ഒരു ദിവസം 1,00,000 സോപ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിലും, സ്വന്തമായിട്ട് നിങ്ങൾക്ക് സോപ്പ് കമ്പനി ഉണ്ടെങ്കിലും, ഇതിലെ ഒരു സോപ്പ് എടുത്ത് നീ കുളിക്കാതെ നിന്റെ അഴുക്ക് പോകുകയല്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചു, സത്യം. അവൻ്റെ രക്തം എൻ്റെ സകല പാപത്തെ വിമോചിപ്പിക്കുന്ന, സത്യം. പക്ഷേ വിശ്വാസത്താൽ ഞാനത് എന്നിലേക്ക് അപ്ലൈ ചെയ്യണം. ഓ, ആ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. എല്ലാവരും പറഞ്ഞ ദൈവത്തോടുള്ള സമാധാനം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട്, പറഞ്ഞ ദൈവത്തോടുള്ള സമാധാനം. ശബ്ദം ഉയർത്തി പറ, ദൈവത്തോടുള്ള സമാധാനം. പലപ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവത്തോടൊരു സമാധാനമില്ല. എന്തോ ഒരു കുറ്റബോധം, ഒരു ഭാരം. പലപ്പോഴും മീറ്റിങ്ങിന് ചെന്നിരിക്കുമ്പോൾ പല പല ചിന്തകൾ അകത്തോട്ട് വരിക. ഈ പ്രസംഗമൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ മ്ലേച്ഛമായ ചിന്തകൾ, മ്ലേച്ഛമായ വാക്കുകൾ, അറക്കപ്പെടുന്ന വെറുക്കപ്പെടുന്ന ചിന്തകൾ, കാഴ്ചകളെല്ലാം കണ്ണിലേക്ക് തലയിലേക്കൊട്ടൊക്കെ കയറി വരിക. ദൈവസന്നിധിയിൽ ഇരിക്കാൻ ദൈവത്തോടൊരു സമാധാനം പുലർത്താൻ പറ്റുന്നില്ല. ഇന്ന് പകൽ ആ നിലയിലുള്ളവർക്കെല്ലാം ഇതിനകത്ത് വിടുതൽ വ്യാപരിക്കാൻ പോവാ. ഓ റാബ ശംദൽ കൗഡാബാര ചുടദൽ ഹതമന ജൽകസിയാന. സംഭവിക്കട്ടെ. ആ കെട്ടിങ്ങനെ ചുരുളഴിഞ്ഞു വരുന്ന കാഴ്ച യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, നസ്രയനായ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ അത് അഴിഞ്ഞു വരട്ടെ വെളിയിലേക്ക്. ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ, ഒരു പുരുഷനോട് സംസാരിക്കുമ്പോൾ, ഒരു ചെറുപ്പക്കാരനോട് സംസാരിക്കുമ്പോൾ, ഒരു ചെറുപ്പക്കാരോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ഇടപെടുമ്പോൾ, ആ വ്യക്തിയുടെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ ചിന്തകൾ മറ്റ് തലങ്ങളിലേക്ക് പോവുകയാണ്. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പോലും ദൈവത്തോടൊരു സമാധാനം പുലർത്താൻ പറ്റുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിന്റെ ഹൃദയത്തിനകത്ത് പിശാച് ഏൽപ്പിച്ച മുറിവുകൾ. പുരുഷന്മാരിൽ നിന്ന് മുറിവുകൾ ഏറ്റവർ ഇവിടെ ഇരിപ്പുണ്ട്. വിശ്വാസത്തിൽ വരുന്നതിന് മുൻപും അതിന് ശേഷവും സ്ത്രീകളിൽ നിന്ന് മുറിവുകൾ ഹൃദയത്തിന് ഏറ്റവർ ഇവിടെ ഇരിപ്പുണ്ട്. ചെറുപ്പക്കാരിൽ നിന്ന് മുറിവുകൾ, പാസ്റ്റർമാരിൽ നിന്ന് മുറിവുകൾ ഏറ്റവർ ഇവിടെ ഇരിപ്പുണ്ട്. ആ മുറിവിനകത്തുനിന്ന പിന്നെ നമ്മൾ പ്രതികരിക്കുന്നത് അവരോടെല്ലാം. ഇപ്പം പുരുഷന്മാരിൽ നിന്നും എനിക്ക് ഒത്തിരി കേസുകൾ അറിയാം. നമ്മുടെ കേരളത്തിൽ ഈ കാര്യങ്ങൾക്കൊരു മാറ്റം ഉണ്ടായേ പറ്റത്തുള്ളൂ. മക്കളെ പീഡിപ്പിക്കുന്ന അപ്പന്മാർ, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത പുരുഷന്മാർ, മ്ലേച്ഛതയും പാപവും വർദ്ധിക്കുക. അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരുമായി, ജഡീകന്മാരായി, ഉഗ്രന്മാരായി, വാത്സല്യമില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പുരുഷന്മാരിൽ നിന്ന്, സ്വന്തം അപ്പനിൽ നിന്ന്, ആങ്ങളയിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, അങ്കിളുമാരിൽ നിന്ന് ഒക്കെ നിങ്ങൾക്ക് മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കുഞ്ഞുനാളിലോ നിങ്ങളുടെ യൗവന പ്രായത്തിലോ ഒക്കെ മുറിവുകൾ, നിങ്ങളുടെ ജീവിതത്തിൽ അവർ ചെയ്ത തെറ്റായ ചില കാര്യങ്ങളാൽ, പറഞ്ഞ കാര്യങ്ങളാൽ ഒക്കെ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പുരുഷന്മാരോട് തന്നെ നിങ്ങൾക്ക് പിന്നത്തേതിലൊരു വെറുപ്പുണ്ടാവും. ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കറിയാം. സഹോദരന്മാരും അതുപോലെ തന്നെയാണ്.
ആ നിലയിൽ മുറിവുകൾ വന്നിട്ടുള്ളവർക്ക് അവരുമായിട്ടൊരു വെറുപ്പുണ്ടാകും. ആ വിഭാഗത്തോട് തന്നെ ഒരു വെറുപ്പുണ്ടാകും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആ വെറുപ്പിൽ നിന്ന്, ആ മുറിവിൽ നിന്ന് എല്ലാവരും അതുപോലെ ആയിരിക്കും എന്ന് കരുതി പ്രതികരിക്കാൻ തുടങ്ങും. പക്ഷെ ഒരു സത്യം ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ ഇന്നും പറയാം, ഒരു KSRTC ബസ് റോഡ് സൈഡിൽ ഇടിച്ചു കിടക്കുന്നു എന്ന് കരുതി എല്ലാ ബസ്സും ഇടിക്കുന്നില്ല. മാന്യമായി പോകുന്ന വേറെ ബസ്സുകളുണ്ട്. ഒരു ദൈവദാസനിൽ നിന്ന് നിങ്ങൾക്കൊരു തിക്തമായ അനുഭവം ഉണ്ടായിരിക്കാം. ഒരു പാസ്റ്ററിൽ നിന്നോ ഒരു പുരോഹിതനിൽ നിന്നോ നിങ്ങൾക്ക് തിക്തമായ വേദനയുള്ള മുറിവേൽക്കുന്നൊരു അനുഭവം ഉണ്ടായിരിക്കാം. ഒന്നുകൂടെ ഞാൻ പറയാം, അങ്ങനെ ഒരു ബസ് ഇടിച്ചെന്ന് കരുതി എല്ലാ ബസ്സും അങ്ങനെ ഇടിക്കുന്നില്ല. മാന്യമായി പോകുന്ന വേറെ ആൾക്കാരുണ്ട്, ഡീസൻ്റായി ജീവിക്കുന്നവരുണ്ട്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നു? കർത്താവിൻ്റെ ക്രമത്തിൽ ദൈവവചന അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് മുറിവേൽപ്പിച്ച വ്യക്തികളെ പോലെ അല്ല എല്ലാവരും. കരങ്ങൾ ഉയർത്തി ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആ മുറിവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങും. അപ്പോൾ ദൈവത്തോടുള്ള സമാധാനം നമുക്ക് നഷ്ടപ്പെടും. ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം, ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാം. 2 ഡോക്ടേഴ്സ്, അവർക്ക് ഒരേ ഒരു മകൻ. ഈ 2 ഡോക്ടർമാരും രാവിലെ ഡ്യൂട്ടിക്ക് പോകും. രാവിലെ 8 മണിക്ക് പോയാൽ വൈകിട്ട് 8 മണിക്കാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ വീട്ടിലൊരു വേലക്കാരനുണ്ട്. ഈ മകനെ വീട് ഏൽപ്പിച്ചിട്ട് വന്നത് ഒരു വെക്കേഷൻ സമയമാണ്. ആ വെക്കേഷൻ സമയത്ത് ഇവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇവൻ്റെ കൂട്ടുകാരോടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിൽ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള അരയന്നങ്ങളെ, താറാവുകളെ വളർത്തുന്നുണ്ട്. ഇവർ കളിച്ചുകൊണ്ടിരുന്ന വഴിക്ക് ഇവന് ഈ പന്തെടുത്ത് ഒറ്റ എറിഞ്ഞു. ഇവൻ്റെ കൂട്ടുകാരൻ സ്റ്റെമ്പയിൽ എറിഞ്ഞതാ, പക്ഷെ താറാവിൻ്റെ മേത്താ കൊണ്ടേ. താറാവ് ഡിം ചത്തു. കൂട്ടുകാരെല്ലാം സ്റ്റെമ്പും ബാറ്റും എല്ലാം എടുത്ത് ഓടിക്കളഞ്ഞു. ഇവൻ മാത്രം, ഈ വീട്ടിലെ ഈ മകൻ മാത്രമായി. ഉടനെ ആ വീട്ടിലെ വേലക്കാരൻ ഇറങ്ങി വന്നു. ഇറങ്ങി വന്നേച്ച് പറഞ്ഞു, റോണി നീ കരയണ്ട, ഡാഡിയോടും മമ്മിയോടും ഞാനിത് പറയത്തില്ല, ഞാനിത് ആരോടും പറയത്തില്ല, നമുക്കിതിനെ കുഴിച്ചിടാം. ഇനി 3 താറാവൂടെ ഉണ്ടല്ലോ, ഇത് അവരറിയാനൊന്നും പോകുന്നില്ല, അവരിത് നോക്കാനൊന്നും വരുന്നില്ല, ഞാനാ ഇതിനെ നോക്കുന്നത്, ഞാൻ ആരോടും പറയത്തില്ല, നമുക്കിതിനെ കുഴിച്ചിടാം. അങ്ങനെ ഈ വേലക്കാരനും റോണിയും കൂടെ ഇതിനെ കുഴിച്ചിട്ടു. അപ്പനും അമ്മയും ഡോക്ടർമാർ അവർ 2 പേരും വൈകിട്ട് വന്നു. അവരൊന്നും അറിഞ്ഞില്ല, ഇവനും കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പം ഇവർ ഡ്യൂട്ടിക്ക് പോയി. റോണി കളിക്കാൻ ഇറങ്ങിയപ്പോൾ വേലക്കാരൻ കൈകൊട്ടി വിളിച്ചു, "ആ റോണി ഇവിടെ വന്നേ." റോണി പറഞ്ഞു, "എന്നാ?" "നീ ആ കിടക്കുന്ന തുണിയെല്ലാം പറക്കി അകത്തോണ്ടിട്ടെ." റോണി പറഞ്ഞു, "അത് നിങ്ങളുടെ ജോലിയല്ലേ." വേലക്കാരൻ പറഞ്ഞു, "താറാവ്." അവൻ അന്നത്തെ തുണി മുഴുവൻ പറക്കി അകത്തോണ്ടിട്ടു. പിറ്റേ ദിവസമായപ്പോൾ അവൻ രാവിലെ വീണ്ടും കളിക്കാൻ കൂട്ടുകാരോട് ഇറങ്ങി. ഉടനെ വേലക്കാരൻ, "റോണി ഇവിടെ വാ." റോണി പറഞ്ഞു, "എന്നാ?" "ആ വിറകെല്ലാം പറക്കി മേളിൽ കൊണ്ടിട്ടെ, അതൊന്ന് ഉണങ്ങട്ടെ." റോണി പറഞ്ഞു, "ഇത്രയും വിറക് അത് നിങ്ങളുടെ ജോലിയല്ലേ." താറാവ്. അന്ന് വിറക് മൊത്തം പറക്കിയിട്ടു. പിറ്റേ ദിവസം രാവിലെ അവൻ കളിക്കാൻ ഇറങ്ങിയപ്പോൾ, "റോണി ഇവിടെ വന്നേ." റോണി ചെന്നു, "എന്നാ?" "ആ ചെടിക്കെല്ലാം വെള്ളം നനച്ചേ." റോണി പറഞ്ഞു, "അത് നിങ്ങളുടെ ജോലിയല്ലേ." താറാവ്. അവൻ ചെടിക്കെല്ലാം വെള്ളം നനച്ചു. ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ടയർഡായി. അവൻ്റെ ഹൃദയത്തിലെ ഭാരം, വേദന വർദ്ധിക്കാൻ തുടങ്ങി. അവൻ്റെ ആകുലത വർദ്ധിക്കാൻ തുടങ്ങി. അവനാകെ നിരാശനായി. അവനിരുന്ന് കരയാൻ തുടങ്ങി. അന്ന് വൈകിട്ട് 8 മണിക്ക് അവൻ്റെ ഡാഡി വന്നപ്പം അവൻ്റെ റൂമിൻ്റെ കതക് തുറന്ന് അവൻ്റെ ഡാഡിയുടെ കാലിലോട്ട് പോയി ഇങ്ങനെ ഇരുന്നു. വെച്ച് ഡാഡിയുടെ മുഖത്തോട്ട് നോക്കി. അപ്പൊ ഡാഡിക്ക് ഡോക്ടറിന് മനസ്സിലായി എന്തോ ഇവന് പ്രയാസമുണ്ട്. അവനെ അരികത്തോട്ട് അണച്ചു. എന്നിട്ട് അവൻ കരഞ്ഞോണ്ട് കെട്ടിപ്പിടിച്ച് ഡാഡിയോട് പറഞ്ഞു, "ഡാഡി, കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിലെ ഒരു താറാവ് ചത്തായിരുന്നു. അതിനെ ഞാനാ കൊന്നെ. ഞാൻ കളിച്ചപ്പോൾ, ഞങ്ങൾ കളിച്ച വഴിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധ. ഞാൻ ആ താറാവിനെ കൊന്നെ, എന്നോട് ക്ഷമിക്കണം." ഡാഡി അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ തലയിലോട്ട് തടവിച്ചു പറഞ്ഞു, "മോനെ, എനിക്ക് ആ താറാവിനേക്കാൾ വില നീയല്ലേ. യു ആർ ദ വാല്യുബിൾ. എനിക്ക് അതിനേക്കാൾ വിലയുള്ളത് നീയല്ലേ. ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. മോൻ പോയി പഠിക്കോ കളിക്കോ ഒക്കെ ചെയ്യും, അത് കുഴപ്പമില്ല." അവൻ സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റ് ഡാഡിക്ക് ഒരു ഉമ്മ കൊടുത്തു. അവൻ്റെ റൂമിൽ പോയി. പിറ്റേ ദിവസം രാവിലെ റോണി കളിക്കാൻ വേണ്ടി ഇറങ്ങാൻ നേരം
ഉടനെ ആ വേലക്കാരൻ വന്നിട്ട്, ഡാ റോണി ഇവിടെ വന്നേ, ആ കൂട്ടി കിടക്കുന്ന നായെ ഒന്ന് കുളിപ്പിച്ചേ. റോണി തിരിഞ്ഞു പറഞ്ഞു, എനിക്ക് സൗകര്യമില്ല ഇപ്പൊ ചെയ്യാൻ. വേലക്കാരൻ പറഞ്ഞു, താറാവ് പോയി പണി നോക്ക്, ഞാൻ പറയേണ്ടവനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിലെ ചിന്തകളെ, നിന്റെ പാപങ്ങളെ, നിന്റെ കുറവുകളെ പറയേണ്ടവനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കള്ള പിശാചിന് നിന്നെ കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല. വിശ്വസിക്കുന്ന എത്ര പേർ? പുറത്തു വാ, ചില ചിന്തയിൽ നിന്നൊക്കെ പുറത്തു വാ. You are free. Set them free. Set them free in the name of Jesus. Oh my God. ഇതൊരു സത്യമായ കാര്യമാണ്. ഇതൊരു സത്യമായ കാര്യമായിരിക്കും തന്നെ. ഒരു കാര്യം കൂടെ എനിക്ക് നൽകിയ ദർശനം അനുസരിച്ച് ഞാൻ പറയാം, എന്നും താറാവിനെ കൊല്ലരുത്. ഒരിക്കൽ ആയി, പക്ഷെ പറയേണ്ടവനോട് പറഞ്ഞു. പക്ഷെ ഇതിനെ ഒരു ക്ഷമിക്കുമെന്ന് കരുതി സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവമായി പാപം ചെയ്യരുത്. കൈ കൊടുത്ത് പറഞ്ഞ മനഃപൂർവമായി പാപം ചെയ്യരുത്. പറ, മനഃപൂർവമായി ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. Come on church, listen to this word. നാം എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? ഒന്ന്, വിശ്വാസത്താൽ. എങ്ങനെയുള്ള നീതി? ദൈവത്തോടുള്ള സമാധാനം. പറഞ്ഞ ദൈവത്തോടുള്ള സമാധാനം. രണ്ട്, ദൈവം തരുന്ന സമാധാനം. മൂന്ന്, ജീവിതത്തെ ക്രമീകരിക്കുന്നതിനാൽ ഉണ്ടാകുന്ന സമാധാനം. ഇത് മൂന്നും ഒന്ന് പഠിച്ചേച്ച് വായന്ന്. ഹലോ പറഞ്ഞ, ഒന്ന് ദൈവത്തോടുള്ള സമാധാനം. അതെങ്ങനെ ലഭിക്കുന്നേ? വിശ്വാസത്താലുള്ള. പക്ഷേ ആ വാക്യം ഒന്ന് ഇവർക്ക് കേൾക്കത്തക്ക രീതി എന്ന് വായിച്ചേ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. അപ്പൊ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പൊ ദൈവത്തോടുള്ള സമാധാനം എങ്ങനെ കിട്ടുന്നേ? ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ, ഞാൻ ക്രിസ്തു യേശുവിലായപ്പോൾ അവൻ എന്നെ നീതീകരിച്ചു. ഞാനിപ്പോൾ ആ പഴയ പാപിയല്ല. നിങ്ങൾ ആരും അതങ്ങോട്ട് ഏറ്റെടുക്കുന്നില്ലല്ലോ. എന്നാ നീ മഹാഭാവിയാ. നിങ്ങളിപ്പോൾ പഴയ കർത്താവ് സൗജന്യമായി ഈ കടയിൽ വന്ന് കിടക്കുന്ന എടുത്തുകൊണ്ട് പോണേ, നഷ്ടപ്പെടുത്തല്ലേ. ഇത് സൗജന്യമാണേ. നീ തന്നെ നെല്ല് നട്ട്, നീ തന്നെ കിളിപ്പിച്ച്, വളവിട്ട്, തല്ലിപ്പിടിപ്പിച്ച്, കൂലിക്കാരെ നിർത്തി പാറ്റി, പതിരാക്കി, നെല്ലാക്കി, പഴങ്കഞ്ഞിയാക്കാൻ ഇരിക്കണ്ട. ഇത് വന്ന് കിടപ്പുണ്ട്, ഫ്രീ ആയിട്ട് എടുത്തോണ്ട് പോകും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ത്യക്കാർക്ക്, മലയാളികൾക്കുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നമായത്. സ്തോത്രം. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഫ്രീ ആയിട്ട് തരുന്നതിനൊന്നും നമുക്ക് വിലയില്ല. നമ്മുടെ കുഴപ്പമല്ല ഇത്. വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കാൻ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം വരെ നടക്കുകയും തിരുവനന്തപുരത്തു നിന്ന് കന്യാകുമാരി വഴി, മധുര വഴി, കർണാടക വഴി, പിന്നെ ഇങ്ങോട്ട് വരത്തില്ല, അവിടെ തീരും. സ്തോത്രം. 150 കിലോമീറ്റർ നടന്നാൽ വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കാം എന്നായിരുന്നു ഇവിടുത്തെ സിസ്റ്റമെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് നടക്കും. നിങ്ങൾ നടന്ന വിശ്വാസം 150 കിലോമീറ്റർ നടന്ന് ഞാൻ നീതീകരിക്കപ്പെട്ടു. പക്ഷേ വിശ്വസിക്കുന്നവർക്ക് കർത്താവ് സൗജന്യമായി തരുന്നെന്ന് പറയുമ്പോൾ ഏറ്റെടുക്കാൻ ഒരു ബുദ്ധിമുട്ട്. എന്നാ നടന്നോ? എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നു? ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. അപ്പോൾ ഒന്ന്, ദൈവത്തോടുള്ള സമാധാനം. രണ്ട്, ദൈവം തരുന്ന സമാധാനം. പറഞ്ഞ ദൈവം തരുന്ന സമാധാനം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്ന പോലെ അല്ല. മനുഷ്യർക്ക് തരാൻ കഴിയാത്ത സമാധാനം യേശുവിനെ തരാൻ കഴിയും. അത് ഫ്രീ ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ടെൻഷൻ അടിക്കുന്ന സമയത്ത്, ഭയങ്കര ഇറിറ്റേറ്റഡ് ആകുമ്പോൾ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറിയിരുന്ന കർത്താവേ നിന്റെ സമാധാനം കൊണ്ട് എന്നെ നിറയ്ക്കണേ എന്ന ഒറ്റ വാക്ക് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ആ മാറ്റം ശരീരത്തിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? ഒന്ന്, ദൈവത്തോടുള്ള സമാധാനം. അതെപ്പോഴും ഉണ്ട്. കാരണം യേശുവിന് എന്നെ വലിയ ഇഷ്ടമാണ്. കർത്താവിന് എന്നെ വലിയ സ്നേഹമാണ്.
ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെ യേശു ഇഷ്ടപ്പെടുന്നു. ദൈവം നിങ്ങളെ അംഗീകരിച്ചതാ, ദൈവം നിങ്ങളെ സ്വീകരിച്ചതാ. ഓ മൈ ഗാഡ്. മനുഷ്യൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും നിങ്ങൾ കുറ്റക്കാരനാകുന്നില്ല. യു ആർ അക്സെപ്റ്റഡ്. യു ആർ അക്സെപ്റ്റഡ്. യു ആർ നോട്ട് റിജക്റ്റഡ്. മനുഷ്യൻ നിങ്ങളെ തള്ളിയാലും നിങ്ങൾ തള്ളപ്പെട്ടവരാകുന്നില്ല. കാരണം നിങ്ങൾ യേശുവിന്റെ കയ്യിൽ ഇരിക്കുന്നവരാ. മൈ ഗാഡ്. ഒന്ന്, ദൈവത്തോടുള്ള സമാധാനം. രണ്ട്, ദൈവം തരുന്ന സമാധാനം. മൂന്ന്, ഇത് കേൾക്കണേ, ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം. പറഞ്ഞ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം. ദൈവത്തോടുള്ള സമാധാനം എങ്ങനെ കിട്ടുന്നേ? ഞാൻ യേശുവിൽ വിശ്വസിച്ചപ്പോൾ അവൻ എന്നെ നീതീകരിച്ചു. ഇപ്പോൾ ഞാൻ ആ പഴയ പാപിയല്ല, ഞാൻ ദൈവത്തിന്റെ പൈതല എന്ന എൻ്റെ ഉറപ്പ്. അതാ ദൈവത്തോടുള്ള സമാധാനം. രണ്ട്, ദൈവം തരുന്ന സമാധാനം. അതെങ്ങനെ? ജസ്റ്റ് ആസ്ക്. ദൈവത്തോട് ചോദിക്കും, കർത്താവേ നിന്റെ സമാധാനം കൊണ്ട് എന്നെ നിറയ്ക്കണേ. അപ്പോൾ തന്നെ അത് ലഭിക്കും. മൂന്ന്, ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴുണ്ടാകുന്ന സമാധാനം. ഞാൻ പറയട്ടെ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവത്തോട് സമാധാനം പ്രാപിച്ച് ദൈവത്തിൽ നിന്ന് സമാധാനം പ്രാപിച്ചിട്ട് ജീവിതത്തെ ക്രമീകരിക്കാതെ ആവശ്യമില്ലാത്ത പൈസ ഇടപാടിലും വസ്തുക്കച്ചവടത്തിലും വണ്ടിക്കച്ചവടത്തിലും പണമിടപാടിലും ആവശ്യമില്ലാത്ത പരിപാടിക്കകത്തൊക്കെ പോയി പെട്ടാൽ ഞാൻ ഉറപ്പായി പറയുന്നു, നിന്റെ സമാധാനം പോവും. ഒരു പുരുഷന് ഒരു ഭാര്യ, ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ, ഇതാണ് ദൈവം വെച്ച വ്യവസ്ഥ. ഒരു ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള സ്നേഹമേ എൻ്റെ ഹൃദയത്തിൽ ദൈവം ഇട്ടിട്ടുള്ളൂ. അത് അളവില്ലാതുണ്ട്, അത് അവൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഒരു ഭർത്താവിന് കൊടുക്കാനുള്ള സ്നേഹമേ ഒരു സ്ത്രീയുടെ അകത്ത് ദൈവം ഇട്ടിട്ടുള്ളൂ. അത് ദൈവം വെച്ച വ്യവസ്ഥയാണ്. ഇതിനകത്ത് ഒന്നും കൂടെ ആയാൽ, ദൈവഹിതമില്ലാത്ത ഒന്നും കൂടെ എവിടെങ്കിലും ആയാൽ, ആവശ്യമില്ലാത്ത ഒരു ബന്ധവും കൂടെ എവിടെങ്കിലും ആയാൽ ഇത് വിഭാഗിക്കപ്പെടും. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ കുറയും, ഇവിടെ ഇത് കുറയുമ്പോൾ ഇവിടെ പ്രശ്നം ആരംഭിക്കും. ഇങ്ങനല്ലേ പല കുടുംബ പ്രശ്നങ്ങളും ഉണ്ടാകുന്നേ? എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? നിങ്ങളായി തുറന്ന വാതിലുകൾ, ദൈവഹിതമില്ലാത്ത വാതിലുകൾ, ഇന്ന് പകൽ നിങ്ങളായി തന്നെ അതിനെ അടയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് വേർഡ്. അപ്പൊ ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളിൽ പോയി പെട്ടാൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതായിരിക്കാം, സ്നാനപ്പെട്ടതായിരിക്കാം, അഭിഷേകമുള്ളവരായിരിക്കാം, തീ കത്തിക്കുന്നവരായിരിക്കാം, നീതീകരിക്കപ്പെട്ടവരായിരിക്കാം, സമാധാനം സ്വീകരിക്കുന്നവരായിരിക്കാം, ഇനി കൈ വീശുമ്പോൾ ആൾക്കാരെ വീഴ്ത്തുന്നവരായിരിക്കാം. പക്ഷെ ദൈവഹിതമില്ലാത്ത കാര്യങ്ങളിൽ നീ പോയി പെട്ടാൽ നിന്റെ സമാധാനം പോയിരിക്കും. അപ്പോൾ ദൈവത്തോടുള്ള സമാധാനം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിനാൽ ലഭിക്കുന്നു. രണ്ട്, ദൈവം തരുന്ന സമാധാനം. ജസ്റ്റ് റിസീവ്. മൂന്ന്, ജീവിതത്തെ ക്രമീകരിക്കുന്നതിനാൽ ഉണ്ടാകുന്ന. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുമോ? നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ദൈവിക ക്രമം നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്കൊരു സമാധാനം അനുഭവിക്കാൻ പറ്റും. ഏത് കാര്യത്തിലാണെങ്കിലും ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. നമ്മളെ കൊണ്ടത് ചെയ്യാൻ പറ്റും. ആ ക്രമം നമ്മളിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പന് കൊടുക്കേണ്ട സ്നേഹം അപ്പന് കൊടുക്കുക, അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം അമ്മയ്ക്ക് കൊടുക്കുക, സഹോദരങ്ങൾക്ക് കൊടുക്കേണ്ട സ്നേഹം അവർക്ക് കൊടുക്കുക, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം അവർക്ക് കൊടുക്കുക, മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം അവർക്ക് കൊടുക്കുക, ദൈവദാസന് കൊടുക്കേണ്ട സ്നേഹം അദ്ദേഹത്തിന് കൊടുക്കുക, കൂട്ടുവേലക്കാർക്ക് കൊടുക്കേണ്ട സ്നേഹം അവർക്ക് കൊടുക്കുക. എല്ലാത്തിനെയും ഒരു ക്രമത്തിൽ നിങ്ങൾ കൊണ്ടുപോയാൽ സകലതും ചന്തവും ഉചിതവും ക്രമവുമായി നടക്കട്ടെ എന്ന് പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാത്തിലും ഒരു ദൈവിക ക്രമം നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സമാധാനം അനുഭവിക്കാൻ പറ്റും. 10,000 രൂപ കർത്താവ് നിങ്ങളുടെ കയ്യിലോട്ട് തരുമ്പോഴത്തേന് 25,000 രൂപ ചെലവാക്കിയാൽ ടെൻഷൻ ആവും. ഹലോ, എന്നാ സ്തോത്രം എല്ലാം പോയേ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആഹാരത്തിലൊരു ക്രമം, ജീവിതത്തിലൊരു ക്രമം, ബന്ധങ്ങളിലൊരു ക്രമം. ഓ മൈ ഗാഡ്, ആ ക്രമം നമ്മൾ കൊണ്ടുവരണം. സ്തോത്രം. അപ്പൊ ജീവിതത്തിൽ എല്ലാത്തിലും
ഒരു ക്രമം കൊണ്ടുവന്നാൽ ആ ക്രമം കൊണ്ടുവരുന്നതിൻ്റെ ഒരു സ്വസ്ഥത നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നു? നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട്, നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളുടെ സഹോദരങ്ങളോട്, നിങ്ങളുടെ ബന്ധുമിത്രാദികളോട് ദൈവസഭയിൽ ഓർഡർ തെറ്റിയ പോക്ക് വളരെ അപകടം. ഹലോ എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് എത്രയോ ആൾക്കാരെ പരിചയമുണ്ട്. ഭയങ്കര അഭിഷേകം, തീ ശുശ്രൂഷ, എഴുന്നേറ്റ് നിന്നാൽ അങ്ങ് കത്തിക്കും, ഭയങ്കര പ്രസംഗ. എഴുന്നേറ്റ് നിന്നാൽ അവർ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. പക്ഷേ അവർക്ക് നല്ലൊരു ജീവിതമില്ലായിരുന്നു. അതുകൊണ്ട് അവരിന്ന് ശുശ്രൂഷയിലും ഇല്ല. ശുശ്രൂഷ പോലെ, അഭിഷേകം പോലെ ഇമ്പോർട്ടൻ്റ് ആണ് നിന്റെ ജീവിതത്തിൻ്റെ ക്രമവും. എല്ലാ കാര്യങ്ങളിലും ഒരു ദൈവിക ക്രമം നിങ്ങൾ കൊണ്ടുവരണം. ഹല്ലേലൂയ. ഒന്ന്, ദൈവത്തോടുള്ള സമാധാനം. 2, ദൈവം തരുന്ന സമാധാനം. 3, ജീവിതത്തെ ക്രമീകരിക്കുന്നതിനാൽ ഉണ്ടാകുന്ന സമാധാനം. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. പക്ഷേ വേഗം ഒരു വാക്യം കൂടെ വായിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായത്തിലേക്കൊന്ന് വന്നേ. എബ്രായർ 1:9 ഒന്ന് വായിച്ചിട്ട് അങ്ങോട്ട് പോകാം. എബ്രായർ 1:9, ഹീബ്രു ചാപ്റ്റർ 1 വേഴ്സ് 9. വേഗം എബ്രായർ 1:9 വേഗം വായിക്കാം. യെസ്, എബ്രായർ 1:9. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേശിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും. ഈ നീതീകരണം എന്നുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്ത് ലഭിച്ചാൽ, നിങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് കയറിയാൽ, അതിനകത്ത് വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. നീ നീതിയെ ഇഷ്ടപ്പെടുകയും എന്ന് പറഞ്ഞാൽ നീ നീതീകരിക്കപ്പെടുകയും, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു എന്നുള്ള ഉറപ്പ് നിന്റെ അകത്ത് വരികയും, ആ വ്യക്തിക്ക് ദുഷ്ടതയെ ദേഷിക്കാൻ കഴിയും. എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. ഇങ്ങോട്ട് തല ഉയർത്തി നോക്കിയേ. ജീവൻ തന്ന് എൻ്റെ യേശു എന്നെ സ്നേഹിച്ചു. എത്ര പേര് പറയും? എൻ്റെ കുറവുകൾ ഓർക്കാതെ എൻ്റെ യേശു എന്നെ സ്നേഹിച്ചു. ഇന്നും എൻ്റെ അപ്പനേക്കാൾ, എൻ്റെ അമ്മയേക്കാൾ, എൻ്റെ സഹോദരങ്ങളെക്കാൾ, എൻ്റെ മാതാപിതാക്കളെക്കാൾ, എൻ്റെ കൂട്ടുപ്രവർത്തകരെക്കാൾ, എൻ്റെ പാസ്റ്ററേക്കാൾ, എൻ്റെ സഹോദരങ്ങളെക്കാൾ അധികം ഈ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. ഈ നീതിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ, ആ ബോധത്തിൽ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, ഈ ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒരു പാപം നിനക്ക് ചെയ്യാൻ ഒക്കത്തില്ല. ഇത്രമാത്രം നിന്നെ സ്നേഹിച്ച, ഇത്രമാത്രം നിന്നെ കരുതിയ, ഇത്രമാത്രം നിന്നെ സ്നേഹിക്കുന്ന ആ ദൈവം വേദനിക്കുന്ന, ഈ കർത്താവ് യേശു വേദനിക്കുന്ന, എന്നെ ഇവിടം വരെ എത്തിച്ച പരിശുദ്ധാത്മാ വേദനിക്കുന്ന ഒരു പാപം നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല. നീ നീതിയെ ഇഷ്ടപ്പെടുമ്പോൾ നീ ദുഷ്ടതയെ ദേഷിക്കും. ആ വ്യക്തിയെ കുറിച്ച് എന്താ ബൈബിൾ പറയുന്നറിയോ? നിന്റെ ദൈവം നിന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അതെ, എൻ്റെ കൂട്ടുകാരിൽ നിന്ന് അപ്പോൾ ഞാൻ വ്യത്യസ്തനായി മാറുകയാണ്. എൻ്റെ കൂട്ടുകാരിൽ പരമായി. ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നിങ്ങൾ നീതീകരിക്കപ്പെട്ട് ഇപ്പോൾ കുറ്റബോധത്തിലല്ല, ഞാൻ നീതിബോധത്തിലാണ്. ഇപ്പോൾ ഞാൻ പഴയ പാപിയല്ല, ഞാൻ വിശുദ്ധനായ ദൈവത്തിന്റെ പൈതലാണ് എന്ന വെളിപ്പാട് അകത്ത് വരുമ്പോൾ എത്ര പേർ പറയും, ഞാൻ എൻ്റെ കൂട്ടുകാരെക്കാൾ അധികം, എൻ്റെ കുടുംബക്കാരെക്കാൾ അധികം, എൻ്റെ സഹോദരങ്ങളെക്കാൾ അധികം? വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ച് വായി തുറന്ന് ദൈവത്തെ സ്തുതിച്ചേ. എൻ്റെ കൂട്ടുകാരിൽ പരമായി, എൻ്റെ കൂട്ടുകാരിൽ പരമായി, എൻ്റെ കൂട്ടുകാരിൽ പരമായി എന്നെ ആനന്ദ തൈലം കൊണ്ട് അവൻ അഭിഷേകം ചെയ്തിരിക്കുന്നു. എൻ്റെ കർത്താവ് എന്നെ നീതീകരിച്ചു, എൻ്റെ ദൈവം എന്നെ, എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു. ഞാനിപ്പോൾ പഴയ പാപിയല്ല, ഞാൻ ദൈവത്തിന്റെ പൈതലാ, ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ട പൈതലാ എന്നൊരു ബോധ്യം എൻ്റെ അകത്ത് വരുമ്പോൾ, ആ നീതിയിൽ ഞാൻ സ്ഥിരമായി നിൽക്കുമ്പോൾ എൻ്റെ അകത്ത് വെളിപ്പെടുന്നൊരു സന്തോഷമുണ്ട്. കുറ്റബോധമില്ലാത്തൊരു ഹൃദയം. ആ സന്തോഷം എൻ്റെ കൂട്ടുകാരിൽ നിന്ന് എന്നെ വ്യത്യസ്തനാക്കുക. ആ സന്തോഷം എൻ്റെ കൂട്ടുപ്രവർത്തകരിൽ നിന്ന് എന്നെ വ്യത്യസ്തനാക്കുക. ആ സന്തോഷം എന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായൊരു വ്യക്തിയാക്കുക. ഹല്ലേലൂയ. നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട്
ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ്, ദ ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എപ്പോൾ? നീ നീതിയെ ഇഷ്ടപ്പെട്ടപ്പോൾ, നീതീകരിക്കപ്പെട്ടെന്നുള്ള ബോധ്യം നിന്റെ അകത്ത് വന്നപ്പോൾ, നീ പാപത്തെ വെറുക്കാൻ തുടങ്ങിയപ്പോൾ, ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം. മൈ ഗുഡ്നസ്, ഇന്ന് പകൽ അതുകൂടെ ചലിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ ഇല്ലാത്തൊരു ആനന്ദം, മറ്റാർക്കുമില്ലാത്തൊരു സന്തോഷം, മറ്റാർക്കുമില്ലാത്തൊരു സമാധാനം. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, എൻ്റെ കൂട്ടുകാരെക്കാൾ, എൻ്റെ കൂടെ പഠിച്ചവരെക്കാൾ, എൻ്റെ കുടുംബക്കാരെക്കാൾ അവരുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കാം, എൻ്റെ കയ്യിൽ പണം ഇല്ലായിരിക്കാം, പക്ഷെ അവരെക്കാളൊക്കെ അധികം ഒരു വലിയ സന്തോഷം എൻ്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്, എൻ്റെ ബന്ധുമിത്രാദികളുടെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അത് മറ്റൊന്നിന്റെ സന്തോഷമല്ല, നീതീകരണം എന്നുള്ള ബോധ്യം, നീതീകരണം എന്നുള്ള വെളിപ്പാട് എൻ്റെ അകത്ത് വന്നപ്പോൾ എൻ്റെ പാപത്തിന്റെ കറയെ സ്വർഗ്ഗത്തിലെ ദൈവം തന്റെ രക്തത്താൽ വിമോചിപ്പിച്ചപ്പോൾ എൻ്റെ അകത്ത് വന്ന വെളിപ്പാടാണ്. ഓ മൈ ഗോഡ്, കൂട്ടുകാരിൽ പരമായി എന്നതായാലോ സന്തോഷത്തിന്റെ അഭിഷേകം. പറഞ്ഞേ, സന്തോഷത്തിന്റെ അഭിഷേകം. ഇന്ന് ചർച്ചിൽ അത് ചലിക്കുന്നുണ്ട്, എനിക്കറിയാം. സന്തോഷത്തിന്റെ ഒരു അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യർക്കാർക്കും എൻ്റെ നേരെ വിരൽ ചൂണ്ടാൻ കഴിയാത്ത നിലയിൽ അവർ വിരൽ ചൂണ്ടുന്നെങ്കിൽ ചൂണ്ടട്ടെ, പക്ഷെ എൻ്റെ അകത്തൊരു ബോധ്യം കിട്ടി, എൻ്റെ കൂട്ടുകാരിൽ പരമായി, എൻ്റെ സഹോദരങ്ങളിൽ പരമായി. മോനെ, പണമല്ല നിന്റെ മെഷർമെന്റ്, നിനക്ക് എത്ര വസ്തു ഉണ്ടെന്നുള്ളതിനല്ല നിന്റെ മെഷർമെന്റ്, നിനക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട് എന്നുള്ളതല്ല നിന്റെ മെഷർമെന്റ്, നിനക്ക് യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് എത്ര അധികമുണ്ട്, അതാണ് അതിന്റെ മെഷർമെന്റ്. പോക്കറ്റിൽ പേഴ്സിൽ പൈസ ഇല്ലെങ്കിലും ആ വ്യക്തിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ്. എന്താടാ ജോലിക്ക് പോവാത്ത നീ? ജോലിക്ക് പോകണമല്ല, ജോലി ചെയ്യണം, പുരുഷന്മാർ ജോലി ചെയ്യണം. പക്ഷേ ഇവനെ കൊണ്ട് എന്തുവാ എനിക്ക് പ്രയോജനം, ഇവനെ കൊണ്ട് എന്നാ എനിക്ക് ഗുണം? നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോഴും, നിങ്ങളുടെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ആരും ആട്ടെ, നിങ്ങളെ വിമർശിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിലൊരു ബോധം വേണം, എൻ്റെ ദൈവം എന്നെ അംഗീകരിച്ചിരിക്കുന്നു, എൻ്റെ ദൈവം എന്നെ നീതീകരിച്ചിരിക്കുന്നു. എൻ്റെ കൂട്ടുകാരിൽ പരമായി, എൻ്റെ കൂട്ടുകാരിൽ പരമായി എൻ്റെ ദൈവം എന്നെ ആനന്ദ തൈലം കൊണ്ട്, അതുകൊണ്ട് എൻ്റെ മുഖം ദുഃഖിക്കത്തില്ല, എൻ്റെ മുഖം വാടത്തില്ല, ഞാൻ നിരാശയുടെ വർത്തമാനം പറയത്തില്ല. ഓ വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ഏറ്റെടുക്കുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 54 അധ്യായം, യെശയ്യാപ്രവചനം 54 അതിന്റെ 14 മുതൽ ഒന്ന് വായിച്ചേ. നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും, നീതിയിൽ നീ സ്ഥിരമായി നിൽക്കും, നീ പീഡനത്തോട് അകന്നിരിക്കും. ലിസൺ ടു ദാറ്റ് വേർഡ്. നീതിയിൽ നീ സ്ഥിരമായി നിൽക്കും. ഈ ക്രിസ്തുവിന്റെ നീതിയിൽ. എന്റെ നീതി കൊണ്ടാണോ ഞാൻ നീതീകരിക്കപ്പെട്ടെ? ആണോ? എന്റെ പെർഫോമൻസ് കൊണ്ടാണോ ഞാൻ ദൈവവേദനായേ? മനുഷ്യന്റെ നീതി പ്രവർത്തികളെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ കറ പുരണ്ട തുണി പോലെയാ. കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി ഒരുത്തൻ പെർഫോം ചെയ്തു. ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി, യേശു താഴ്മയുള്ളവനായി, പാപമൊഴികെ അവൻ സകലത്തിലും എനിക്ക് തുല്യനായി. യേശു എന്നെ പോലെ ആയത് ഞാൻ അവനെ പോലെ ആകാനാ. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നു? യേശു എന്നെ പോലെ ആയത് ഞാൻ അവനെ പോലെ ആകാനാ. Come on church. Hallelujah. Hallelujah. യേശുവിനെ ആരെല്ലാം കുറ്റപ്പെടുത്തി? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് അവന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നത്. അപ്പനില്ലാത്തവൻ എന്ന് വരെ യേശുവിനെ കുറിച്ച് പറഞ്ഞില്ലേ? നമ്മുടെ നാട്ടുകാരതിന് വേറെ വാക്കാ ഉപയോഗിക്കുന്നത്. ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂലിനെയും കൊണ്ട് നീ ഭൂതത്തെ പുറത്താക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ ഭാഷ പറഞ്ഞ് ഇവന്റെ മേൽ വ്യാപരിക്കുന്നത് അഭിഷേകവും പരിശുദ്ധാത്മാവും ഒന്നുമല്ല, ഭൂതമാന്ന് പറഞ്ഞു. ഭൂതം യേശുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, മോളെ, മോനെ, സിസ്റ്ററെ, ബ്രദറെ, അമ്മേ,
യേശു ഇതൊന്നും തെളിയിക്കാൻ പോയില്ല. ഭൂതമാണെന്നോ പരിശുദ്ധാത്മാവാണെന്നോ എന്നൊന്നും യേശു തെളിയിക്കാൻ പോയില്ല. അവൻ നീതിയിൽ സ്ഥിരപ്പെട്ടിരുന്നു. ഓ, എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നു? കർത്താവ് ഇതൊന്നും തെളിയിക്കാൻ പോയില്ല. ഇങ്ങോട്ട് നോക്ക്. യേശു ആരാണെന്നുള്ള ബോധം യേശുവിനുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, അരക്ഷിത ബോധം. എനിക്ക് സൗന്ദര്യമുണ്ടോ, എന്നെ ആർക്കെങ്കിലും ഇഷ്ടമാണോ, എന്നെ ആരെങ്കിലും സ്വീകരിക്കുമോ, എനിക്ക് പാടാൻ അറിയാമോ, എനിക്ക് കഴിവുണ്ടോ, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ സാരി ഇതല്ലല്ലോ, എനിക്ക് ഇത്രയും പൈസ ഉള്ളല്ലോ, എനിക്ക് അങ്ങനെ ആണല്ലോ, ഇങ്ങനെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. യേശു കർത്താവിനെ വിമർശിച്ച, കുറ്റം പറഞ്ഞ ഒറ്റ വ്യക്തികളോട് യേശു ഒന്നും തെളിയിക്കാൻ പോയില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ആഫ്രിക്കയിൽ ചെന്നിരിക്കട്ടെ, ബഹുമാനായ മുഖ്യമന്ത്രി. അപ്പൊ അവിടുത്തെ ആഫ്രിക്കക്കാരനായ ഒരു മനുഷ്യൻ പറയുകയാണ് താങ്കൾ മുഖ്യമന്ത്രി അല്ല എന്ന് പറഞ്ഞാൽ പുള്ളി ഉടനെ പോലീസുകാരെ ഒന്നും വിളിക്കത്തില്ല. പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ട് നടന്നു പോകും. കാരണം പുള്ളിക്കറിയാം പുള്ളി മുഖ്യമന്ത്രിയാണ്. ആഫ്രിക്കയിൽ ഇറങ്ങിയപ്പം ആരും സെക്യൂരിറ്റി വന്നില്ലെങ്കിലും ട്രിവാൻഡ്രം എയർപോർട്ടിലോട്ട് ആ ഫ്ലൈറ്റ് വന്ന് നിൽക്കുമ്പോഴേ അകത്ത് ജീപ്പ് വന്ന് പുള്ളിയെ കൊണ്ടുപോകും. അകത്ത് എയർപോർട്ടിനകത്ത് ഫ്ലൈറ്റ് ഇറങ്ങുന്നിടത്ത് കാറ് വന്ന് പുള്ളിയെ കൊണ്ടുപോകും. ക്രിസ്തുവിൽ നീ ആരാണെന്നുള്ള ഉറപ്പ് നിന്റെ അകത്തുണ്ടെങ്കിൽ, നീതിയിൽ നീ സ്ഥിരപ്പെട്ടിരുന്നാൽ പീഡനങ്ങളോട് നീ അകന്നിരിക്കും. നീതിയാൽ നീ സ്ഥിരപ്പെട്ടിരുന്നാൽ എന്തൊക്കെയാ ഗുണം? നീ പീഡനത്തോട് അകന്നിരിക്കും. മാനസിക പീഡനം, ചിന്തകളിൽ ഉണ്ടാക്കുന്ന പീഡനം, പീഡനത്തോട് നീ അകന്നിരിക്കും. പിന്നെ നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. നിനക്ക് പേടിക്കാൻ ഒന്നുമില്ല. പിന്നെ ഭീഷണിയോട് നീ അകന്നിരിക്കും. കാണിച്ചു തരും. ഓ മൈ ഗോഡ്, മൈ ഗോഡ്, മൈ ഗോഡ്. ദൂത് വരുന്നു. ആരോടൊക്കെയുള്ള ദൂത് വരുന്നു. കാണിച്ചു തരും. നീ എത്ര നാൾ ഇവിടെ നിൽക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. തുറന്ന് പറയാം, മോനെ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ. അവൻ ഭീഷണിയുടെ അകന്നിരിക്കും. പിന്നെ അത് നിന്നോട് അടുത്തു വരികയുമില്ല. ഈ ഭീഷണിപ്പെടുത്തുന്ന ഐറ്റം ഒന്നും നിന്റെ അടുത്ത് പോലും വരത്തില്ല. നീതിയിൽ നീ സ്ഥിരമായി നിന്നാൽ പീഡനത്തോട് അകന്നിരിക്കും. നിനക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല. ഭീഷണിയോട് നീ അകന്നിരിക്കും. അടുത്ത വാക്യം വായിച്ച പാസ്റ്ററെ. അത് നിന്നോട് അടുത്തു വരികയുമില്ല. അടുത്ത് വരത്തില്ല. പിന്നെ ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ, ഒരുത്തൻ നിന്നോട് വഴക്കുണ്ടാക്കാൻ വരുന്നെങ്കിൽ, അത് എന്റെ ഹിതപ്രകാരമല്ല. ഹലോ. ഒരുത്തൻ നിന്നോട് വഴക്കുണ്ടാക്കാൻ കലശൽ കൂടാൻ വരുന്നെങ്കിൽ, സത്യം നമ്മൾ വളരെ സന്തോഷമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പിശാച് ആരുടെയെങ്കിലും രൂപത്തിൽ വരുന്നത്. ഹലോ, കൊമ്പ് വെച്ച് കാല് വെച്ചൊന്നുമല്ല. ചിലപ്പോൾ നാത്തൂനായിട്ട് ആട്ടോറിക്ഷ വരും. അതെ, ആ 2 നാൾ പറഞ്ഞ വഴിയെ പോകുന്നതൊന്നും അവിടെ തങ്ങാതെ ആട്ടോ വിളിച്ച് വീട്ടിൽ വന്നെന്ന് പറഞ്ഞ പോലെ ഇത് വരും വീട്ടിൽ. ചിലപ്പോൾ അമ്മാച്ചനായിട്ട് വരും, അനന്തരവനായിട്ട് വരും, സഹോദരനായിട്ട് വരും, ചിലപ്പം ഉപദേശിയായിട്ട് വരും. എങ്ങനെയാണെന്നൊന്നും പറയാൻ ഒക്കുകയില്ല. സ്തോത്രം. അപ്പം ഈ വ്യക്തി നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവനാണെങ്കിൽ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ അത് എന്റെ ഹിതപ്രകാരമല്ല. ആ വഴക്കുണ്ടാക്കുന്ന വ്യക്തി വീട്ടിൽ വന്നത് ദൈവഹിത പ്രകാരമല്ല. നിന്നോട് കലശൽ കൂടുന്നവൻ ദൈവഹിത പ്രകാരം സംഭവിക്കുന്ന ഒരു കാര്യമല്ലത്. അടുത്ത വാക്യം. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. നിന്നെ വീഴ്ത്താൻ വരുന്നവൻ വീഴും. നീ അവിടെ തന്നെ കാണും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആയുധങ്ങൾ തീർക്കാൻ കൊല്ലനെയും നശിപ്പിക്കുവാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. എങ്കിലും നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും നിനക്ക് ഫലിക്കത്തില്ല. ആർക്ക് ഫലിക്കത്തില്ല? ഈ വെളിപ്പാടകത്തുള്ളവർക്ക്. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു.
ഞാൻ ക്രിസ്തുവിലായപ്പോൾ ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്, ഞാൻ നീതീകരിക്കപ്പെട്ടവളാണ്. അയ്യോ പാസ്റ്റർ, എന്നെ ആ പുള്ളി ഇൻസൾട്ട് ചെയ്തു, എന്നെ ആ പുള്ളി അത് പറഞ്ഞു, എന്നെ നുള്ളി മാന്തി, ഇതെല്ലാം ഇവിടെ നിൽക്കുക. ഹലോ ഹലോ ഹലോ, എന്നെ നോക്കി ചിരിച്ചില്ല, എന്നെ നോക്കി മിണ്ടിയില്ല, എന്നെ വിളിച്ചില്ല. നോ നെവർ. നീതിയെ നീ ഇഷ്ടപ്പെടുകയും ദുഷ്ടത ദേശിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കൂട്ടുകാരിൽ പരമായി ദൈവം നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. ആനന്ദ തൈലം കൊണ്ട്. അവർക്ക് ദുഃഖമില്ല. എന്നെ നോക്കി ചിരിച്ചില്ലെങ്കിൽ ഞാൻ ചിരിക്കും, എനിക്ക് കൈ തന്നില്ലെങ്കിൽ ഞാൻ കൈ കൊടുക്കും. കാരണം ഞാൻ അവനെ പോലല്ല, ഞാൻ നീതീകരിക്കപ്പെട്ടവനാ. എൻ്റെ കൂട്ടുകാരിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാ. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഞാൻ ആ വ്യക്തിയിൽ നിന്ന് വളരെ വ്യത്യസ്തനാ.